ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ആ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് അല്പം പാലൊന്ന് മാറ്റി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരും അവരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചെയ്യുക. നമ്മളിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പഞ്ചസാര ഈ ടൈമിൽ തന്നെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഈ പാലൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഏകദേശം 2 കപ്പ് പാല് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 1/2 കപ്പ് പാല് ഇപ്പോൾ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ. നമ്മൾ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ പാല് ഇപ്പം തന്നെ കുറുക്കിയെടുത്താലാണ് അതിന് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ പാലൊന്ന് കുറുക്കിയെടുക്കാം. ഒരു 1/2 കപ്പ് പാലെങ്കിലും ഒന്ന് കുറുകി വരണം കേട്ടോ. ഇതിവിടെ ഇങ്ങനെ അത്യാവശ്യം കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കായ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഏലക്കായുടെ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. പാൽപ്പൊടി കൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ സ്ക്രീനായിട്ടൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടിയവരൊക്കെ ഒന്ന് അതൊന്ന് പോയി കണ്ടു നോക്കുക. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ പാലൊന്നും കൂടി ഒന്ന് കുറുകി വരാനുണ്ട്. നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഈ പഞ്ചസാര ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വാനിലയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാനില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് പിസ്തയുടെ ബദാമിൻ്റെ എല്ലാത്തിൻ്റെ എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാനില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ അളവ് കുറയ്ക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇത് സെറ്റായിട്ട് കിട്ടില്ല. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പാലിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി നമ്മളിവിടെ കുറുക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സിലേക്ക് ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഒന്നത് കുറുക്കിയെടുക്കണം. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ. കാരണം ഇത് കറക്റ്റായിട്ട് പാകമായിട്ട് കുറുകി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പുഡിങ് സെറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതായത് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഇളക്കുമ്പോൾ മനസ്സിലാവും തിക്നെസ് എത്ര ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. കാരണം ഇത് ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. ചൂട് തണിഞ്ഞ ടൈമിൽ ഇതാ നമ്മുടെ മിക്സ് ഇതേപോലെ ഒന്നും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അത് എടുക്കുക. കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പുഡിങ് കഴിക്കുന്ന ടൈമിൽ ഈ നട്ട്സൊക്കെ കടിക്കുമ്പോൾ ഒന്നും കൂടിയൊക്കെ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പുഡിംഗ് മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 കപ്പ് പാലിൽ പുഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 3 പേർക്കൊക്കെ കഴിക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒത്തിരി ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മുകളിൽ കുഞ്ഞ് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നട്ട്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി പുഡിംഗ് ആണ് കേട്ടോ. ഇതൊരു 8 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിപ്പോൾ ഇവിടെ 8 മണിക്കൂർ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് വെച്ചിട്ട് രാത്രി 8 മണിക്ക് ആണിത് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.